ഏവർക്കും നമസ്കാരം. ഇന്ത്യ ഭൂപ്രകൃതിയിൽ ആയി ബന്ധപ്പെട്ട് നദികളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇന്ത്യൻ നദികളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും രണ്ടായി തിരിക്കാം. ഇന്ത്യൻ ഭൂപ്രകൃതിയെ തന്നെ ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങളും ദ്വീപുകളുമെന്നാണ് ഇന്ത്യൻ ഭൂപ്രകൃതിയെ വേർതിരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭൂപ്രകൃതിയും അതിൻ്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ആദ്യം നദികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹിമാലയൻ നദികൾ പ്രധാനമായും 3 എണ്ണമാണ്. സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര. ഇത് 3ഉം ഉത്ഭവിക്കുന്നത് ഹിമാലയൻ മലനിരകളിൽ നിന്നാണ്. അതിലാദ്യത്തെ നദിയാണ് നമ്മുടെ ഇവിടെ സ്ക്രീനിൽ കാണാൻ പോകുന്നത്, സിന്ധു നദി. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ഇന്ത്യയിലല്ല, ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് കാശ്മീരിൽ 750 കിലോമീറ്റർ സിന്ധു നദി ഒഴുകി ബാലൻസ് വരുന്ന 2500 കിലോമീറ്ററും പാകിസ്ഥാനിലൂടെ ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പം പ്രധാന ചോദ്യം, സിന്ധു നദിയുടെ പതനസ്ഥാനം ഏത്? അറബിക്കടൽ. അടുത്ത ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികൾ. 5 പോഷക നദികളാണുള്ളത്: ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അപ്പൊ ചോദ്യം എങ്ങനെ വരും? സത്ലജ് പോഷക നദിയായ ഹിമാലയൻ നദി ഏത്? ആൻസർ സിന്ധു നദി. അപ്പൊ ബാലൻസ് ഉള്ള 5 പോഷക നദികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. സിന്ധു നദിയുടെ പോഷക നദികൾ ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അത് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. അത് അറബിക്കടലിലാണ് പതിക്കുന്നത്. രണ്ടാമത്തെ നദി, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഹിമാലയൻ നദി ഏത്? അത് ഗംഗാ നദിയാണ്. ഹിമാലയൻ നദി, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ തന്നെയാണ്. അത് ഹിമാലയൻ നദി ഏതെന്ന് ചോദിച്ചാലും ഗംഗ തന്നെ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദിയും ഗംഗയാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗായ്മുഖാണ്. സിന്ധുവിന്റെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവറിൽ നിന്നാണ്. അത് ഇന്ത്യയിലല്ല, ടിബറ്റിലാണ്. ടിബറ്റിലെ മാനസ സരോവറിൽ നിന്ന് ഉത്ഭവിച്ച് കാശ്മീരിലൂടെ ഒഴുകി പാകിസ്ഥാനിലൂടെയാണ് അത് അറബിക്കടലിൽ പതിക്കുന്നത്, സിന്ധു നദി. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി എന്നറിയപ്പെടുന്ന ഗായ്മുഖ്. അവിടുന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി അത് ബംഗാൾ ഉൾക്കടലിലാണ് ഗംഗാ നദി പതിക്കുന്നത്. അപ്പൊ ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. ഗംഗയ്ക്ക് നിരവധി പോഷക നദികളുണ്ട്. നമുക്ക് പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ഇതിൽ നോക്കാം. എല്ലാവരും, ഗംഗയ്ക്കുള്ള പ്രധാനപ്പെട്ട പോഷക നദികൾ ചമ്പൽ, ബേട്ടുവ, ഖെൻ, സോൺ, യമുന, ഗോമതി, ഘാഗ്ര, ഗണ്ഡക് തുടങ്ങിയ നിരവധി നദികൾ ഗംഗയുടെ പോഷക നദിയാണ്. അതിൽ പ്രധാനം യമുനയാണ്, അല്ലേ? താജ്മഹൽ ഏത് നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദിയുടെ കരയിലാണ്. അങ്ങനെയുള്ള നിരവധി പോഷക നദികൾ അടങ്ങിയതാണ് ഹിമാലയൻ നദിയുടെ രണ്ടാമത്തെ നദിയായ ഗംഗ. ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ കാർഷിക വിഭവ സമൃദ്ധിക്കും പ്രധാനപ്പെട്ട കാരണം ഗംഗാ നദിയാണ്. ഗംഗ
ഹിമാലയത്തിൽ നിന്ന് വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണിന്റെ നിക്ഷേപം ഈ നദിയുടെ ഇരുകരകളിലും 500 കിലോമീറ്ററായി രണ്ട് സൈഡിലും നിക്ഷേപിച്ചത് കൊണ്ടാണ് അവിടെ നമുക്ക് ഇത്രയും ഫലപുഷ്ടിയായ കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇരുകരകളിലെയും ധാതുക്കളുടെ നിക്ഷേപം, പ്രത്യേകിച്ച് കൽക്കരി, ഇരുമ്പയിര്, അവിടെ അത്രയും, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യാനുള്ള കാരണവും ഗംഗയാണ്. അതുപോലെ ഗംഗ ജലഗതാഗതത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉൽപ്പന്നങ്ങൾ വഹിച്ചുകൊണ്ട് വിശാഖപട്ടണത്ത് തുറമുഖത്ത് എത്തിക്കുവാൻ ഗംഗാ നദി വളരെയധികം ഉപകാരപ്രദമാണ്. മൂന്നാമത്തെ നദിയാണ് എന്താണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ സവിശേഷത എന്താണ്? അത് ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്ഭവ സ്ഥലത്ത് ഉള്ള പേര് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്രയുടെ ടിബറ്റിലെ ഉത്ഭവ സ്ഥലത്തുള്ള പേരെന്താണ്? സാങ്പോ. അത് ഇന്ത്യയിൽ പ്രവേശിക്കുമ്പോഴാണ് അത് ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത്. അത് ബംഗ്ലാദേശിൽ എത്തുമ്പോൾ ബ്രഹ്മപുത്രയുടെ പേര് ജമുന എന്നാണ്. അപ്പൊ ബ്രഹ്മപുത്രയ്ക്ക് 3 പേരുണ്ട്. ഉത്ഭവ സ്ഥാനത്ത് സാങ്പോ, ഇന്ത്യയിൽ ബ്രഹ്മപുത്ര, ബംഗ്ലാദേശിൽ ജമുന. ഇനി അതിന്റെ ഉത്ഭവ സ്ഥാനം ചെമയുങ്ദുങ് എന്ന സ്ഥലത്തു നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ്ദുങ് എന്ന സ്ഥലത്തു നിന്നാണ് അത് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നു. അതിന്റെ പോഷക നദികൾ പ്രധാനമായും ലൂഹിത്, സുബാൻസിരി, മാനസ്, തിസ്ത. ഒന്നും കൂടെ പറയാം. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ലൂഹിത്, സുബാൻസിരി, മാനസ്, തിസ്ത തുടങ്ങിയ പോഷക നദികളാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. ഈ 3 നദികളാണ് ഹിമാലയൻ നദികൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപീയ നദികൾ പ്രധാനമായും നമുക്ക് 6 എണ്ണമാണുള്ളത്. ആദ്യം നമുക്ക് കാവേരി നോക്കാം. കാവേരി ഇന്ത്യയിലെ 3ാമത്തെ ഭൂപ്രകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ പീഠഭൂമിക്ക് ഒരു സവിശേഷതയുണ്ട്. ഇത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അല്പം ചരിഞ്ഞാണ് കിടക്കുന്നത്. ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 3 ഭാഗവും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ ഉപദ്വീപ് എന്ന് പറയുന്നത്. പെനിൻസുലാർ പ്ലേറ്റ്, ഉപദ്വീപീയ പീഠഭൂമി. 4 ഭാഗവും വെള്ളമാണെങ്കിൽ അതിനെ നമ്മൾ ഐലൻഡ്, ദ്വീപ് എന്നാ പറയുന്നത്. അപ്പം ഇന്ത്യയുടെ ഈ പ്രദേശം മുഴുവനും 3 ഭാഗത്തും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ആ ഉപദ്വീപീയ പീഠഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചരിഞ്ഞതിനാൽ കൂടുതൽ നദികൾ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അത് കാവേരിയുടെ പ്രത്യേകത എന്താണ്? ചോദ്യം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന കബനി നദി ഏത് നദിയിൽ ചെന്ന് ചേരും? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് അല്ലേ? കബനി, ഭവാനി, പാമ്പാർ. അതില് കബനി നദി ഒഴുകിച്ചേരുന്ന പ്രധാന നദി ഏതാണ്? കാവേരി. കാവേരിയുടെ പതനസ്ഥലം ബംഗാൾ ഉൾക്കടൽ. അത് തമിഴ്നാട്ടിലൂടെ ഒഴുകിയാണ് അവസാനിക്കുന്നത്. കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള 3 സംസ്ഥാനങ്ങളുടെയും ജലമാണ് കാവേരിയിൽ ഒഴുകിയെത്തുന്നത്. അത് തമിഴ്നാട്ടിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുകയാണ്. 2ാമത്തെ നദിയാണ് കൃഷ്ണ. ആന്ധ്രാപ്രദേശിലെ ആണ് അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ നദി 2ാമത്തെ ഉപദ്വീപീയ നദിയാണ്. തുംഗഭദ്ര അതിന്റെ പോഷക നദിയാണ്. കൃഷ്ണ നദിയും ഒഴുകി അവസാനിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. പശ്ചിമഘട്ടത്തിന്റെ കാവേരിയും കൃഷ്ണയും ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞ പശ്ചിമഘട്ട പർവ്വത നിരയാണ്. ഇന്ത്യയിലെ പശ്ചിമഘട്ട പർവ്വതനിര.
മൂന്നാമത്തെ നദിയാണ് ഗോദാവരി. ചോദ്യം ഇങ്ങനെയാണ്, ഉപദ്വീപീയ നദിയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? അത് ഗോദാവരിയാണ്. ഇന്ത്യയിൽ മൊത്തം നീളം കൂടിയ നദി ഏത്? ഗംഗ. ഹിമാലയ നദികളിൽ നീളം കൂടിയത് ഗംഗ. ഉപദ്വീപീയ നദിയിൽ നീളം കൂടിയത് ഏതാന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഗോദാവരിയുടെയും പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ്. അത് മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ആരംഭിച്ച് അത് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അടുത്ത നാലാമത്തെ നദിയാണ് മഹാനദി. മഹാനദിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്ന മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് മഹാനദി. ഒന്നുകൂടെ പറയാം, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് മഹാനദിയാണ്. മഹാനദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഓരോ നദിയുടെയും പതനസ്ഥാനവും ഉത്ഭവവും പ്രധാനമാണ്. അടുത്ത അഞ്ചാമത്തെ നദിയാണ് നർമ്മദ. നർമ്മദയുടെ പ്രത്യേകത ഇത് തന്നെ, മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രണ്ട് നദികളാണ് പ്രധാനമായിട്ടുള്ളത്, നർമ്മദയും താപ്തിയും. അപ്പൊ അതിൽ നീളം കൂടിയ നദിയാണ് നർമ്മദ. അടുത്ത ആറാമത്തെ നദിയാണ് താപ്തി. താപ്തിയും ഒഴുകി അവസാനിക്കുന്നത് ഗുജറാത്തിൽ തന്നെയാണ്. ഗുജറാത്തിന്റെ ഭാഗത്ത് വന്ന് അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദയും താപ്തി. ഇത്രയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ. ഈ നദികളുടെ ഉത്ഭവസ്ഥാനവും പതനസ്ഥാനവും നിരവധി ചോദ്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ ചില സവിശേഷതകൾ പറഞ്ഞ് നമുക്ക് പോവാം. നദികൾ കഴിഞ്ഞു. ഇവിടെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇന്ത്യക്ക് അയൽ രാജ്യങ്ങൾ പ്രധാനമായും ഈ ഇതിനകത്തുണ്ട്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്സ്. ഒന്നും കൂടെ പറയാം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ്സ്. ഇതിനകത്ത് എങ്ങനെ ചോദ്യം വരും? ഇന്ത്യയുടെ കടൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ചോദിച്ചാൽ ഒന്ന് ശ്രീലങ്ക, രണ്ട് മാലിദ്വീപ്സ്. ഇന്ത്യയുടെ കടൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ രണ്ടെണ്ണമാണ്, ഒന്ന് ശ്രീലങ്ക, രണ്ട് മാലിദ്വീപ്സ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ രാജ്യത്തിനും കടലിൽ ഇത്ര നോട്ടിക്കൽ മൈൽ വരെ ആ രാജ്യത്തിന്റെ പരിധിക്കകത്ത് വരുന്നതാണ്. ആ രാജ്യത്തിന്റെ കരയുടെ ഇത്ര നോട്ടിക്കൽ മൈൽ ദൂരം നമുക്ക് ആ രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. അത് കഴിഞ്ഞാണ് അന്താരാഷ്ട്ര കപ്പൽ ചാലുകളൊക്കെ വരുന്നത്. പണ്ട് നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. എൻറിക്കാലിസ്കി എന്ന കപ്പൽ വന്നപ്പോൾ 2 കൊല്ലംകാരെ വെടിവെച്ച് കൊന്നതൊക്കെ നമ്മുടെ നോട്ടിക്കൽ മൈലിനകത്ത് സംഭവിച്ചതുകൊണ്ടാണ് അത് സുപ്രീം കോടതിയിൽ കേസ് കിടക്കുകയും ആ ഇറ്റാലിയൻ നാവികരെ ശിക്ഷിക്കാനൊക്കെ ഉണ്ടായ കാരണം. അപ്പൊ കടലിൽ നമ്മുടെ നോട്ടിക്കൽ മൈൽ അതാത് രാജ്യങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇത്ര നോട്ടിക്കൽ മൈൽ വരെ. അപ്പോൾ കടൽ തീരം അതിർത്തിയുള്ള 2 അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപ്സ്. മറ്റുള്ള അയൽ രാജ്യങ്ങളിൽ പ്രധാനം നിങ്ങൾക്കറിയാം, നമ്മുടെ പടിഞ്ഞാറൻ ഭാഗത്തെ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനാണ്. കാശ്മീരിന്റെ ഒരു അല്പ അകലമാണ് അഫ്ഗാനിസ്ഥാനുള്ളത്. അത് കഴിഞ്ഞാൽ ചൈന. നേപ്പാൾ ഇന്ത്യക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ബോർഡറിൽ നേപ്പാൾ ചൈനയുമായി ചേർന്ന്. പിന്നെ ഉള്ളത് ഭൂട്ടാൻ. ഇവിടെ അതുപോലെ തന്നെ മ്യാൻമാർ നിങ്ങൾക്കറിയാം. അതുപോലെ ഇന്ത്യക്ക് അകത്ത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിനെ നമ്മൾ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പണ്ട് പറയുമായിരുന്നു. ഇന്ത്യ വിഭജന സമയത്ത് കിഴക്കൻ പാകിസ്ഥാനുമായി വേർതിരിഞ്ഞ ഭാഗമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് ഇന്ന് ഒരു സ്വതന്ത്ര രാജ്യമായി തന്നെ നിലകൊള്ളുന്നു. ഇനി നമുക്ക് സംസ്ഥാനങ്ങളുടെ ചില സവിശേഷതകൾ നോക്കാം. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം നമുക്കറിയാം.
2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനം അല്ലെ, ചണ്ഡിഗഡ് എന്ന്. അത് പഞ്ചാബ്, ഹരിയാന. അതുപോലെ തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ഈ 3 രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം. നമുക്കറിയാം, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന 3 രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് സിക്കിമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അറിയാം നിങ്ങൾക്ക്, അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പിന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റം, നമ്മുടെ തെക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൗത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. അത് ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരിയെക്കാളും താഴ്ന്നാണ് ആൻഡമാൻസിന്റെ സ്ഥാനം. ഇന്ത്യയുടെ സൗത്ത് പോയിന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി മുനമ്പ് അല്ലെങ്കിൽ ഇന്ദിരാ പോയിന്റ് എന്ന് പറയും. അത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിന്റെ ഏറ്റവും തെക്കേ അറ്റത്താണ്. എന്നാൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ഏതെന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ്. പിന്നെ നമുക്ക് പ്രധാനമായും ഉള്ളത് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. ഒന്ന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കേരളം. പടിഞ്ഞാറൻ കടൽത്തീര സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത്. ഈ താഴെ പറയുന്നതിൽ ഏതാണ് പടിഞ്ഞാറൻ തീര സംസ്ഥാനം? 4 ഓപ്ഷൻ തരും, അതിൽ ഒരെണ്ണം ഇതായിരിക്കും. പക്ഷെ ഏതെല്ലാം സംസ്ഥാനങ്ങൾ ഉണ്ട് പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇനി കിഴക്കൻ തീര സംസ്ഥാനങ്ങൾ നമ്മൾ അറിയണം. ഇന്ത്യയുടെ കിഴക്കൻ തീരം എന്ന് പറഞ്ഞാൽ കടൽ തീരത്ത് തൊട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ. ഇത്രയും സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ കിഴക്കൻ കടൽ തീര സംസ്ഥാനങ്ങൾ. ഇനി നമുക്ക് പ്രധാനമായും നോക്കേണ്ടത് ഇന്ത്യയുടെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് 28 സംസ്ഥാനവും 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാർ ഇപ്പോ ജമ്മു കാശ്മീർ എന്നൊരു സംസ്ഥാനം ഇല്ലാതായിരിക്കുകയാണ്. അപ്പോ ഇന്ത്യക്ക് ഇപ്പോ എത്ര? 28 സംസ്ഥാനങ്ങൾ. ഞാൻ സംസ്ഥാനങ്ങളുടെ എല്ലാ പേരും അതിന്റെ ക്യാപിറ്റൽസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 28 സംസ്ഥാനങ്ങളാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിനുള്ളത്. 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് സംശയം തോന്നുന്നത് ഈ 9 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും അതിന്റെ ക്യാപിറ്റൽസും പലപ്പോഴും തെറ്റാറുണ്ട്. നമുക്കത് ഈ മാപ്പിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞത് ദാം ആൻഡ് ദിയു. അതിന്റെ സ്ഥാനം നിങ്ങൾ നോക്കൂ. ഗുജറാത്തിന് താഴെ കടലിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ദിയു. അതിനകത്തുള്ള ഒരു സ്ഥലമാണ് ദാമൻ. അപ്പൊ ദാമൻ ആൻഡ് ദിയു ഒന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശം. അതിന്റെ ക്യാപിറ്റൽ ദാമൻ. രണ്ടാമത്തേത് ദാദ്ര നഗർ ഹവേലി. അവിടെ കാണാം, ഗുജറാത്തിനകത്തുള്ള ഒരു കടൽ തീരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് ദാദ്ര നഗർ ഹവേലി. ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനം സിൽവാസ. ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനം സിൽവാസയാണ്. അപ്പൊ 2 കേന്ദ്രഭരണ പ്രദേശമായി. മൂന്നാമത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തിയാണ്. ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ എത്ര ദ്വീപുണ്ട്? അതും ചോദ്യമാണ്. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. 11ഓളം ദ്വീപുകളിലാണ് ആൾതാമസമുള്ളത്. കവരത്തിയാണ് അതിന്റെ ക്യാപിറ്റൽ. മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. മലയാളമാണ് അതിന്റെ ഭാഷ. കൊച്ചിയിൽ നിന്ന് 300 കിലോമീറ്ററോളം ഉണ്ട് ആദ്യത്തെ ദ്വീപ്. പിന്നെ അവിടുന്ന് അടുത്ത ദ്വീപിലേക്ക് വീണ്ടും 10 മണിക്കൂറോളം യാത്ര ചെയ്യണം. അവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ സവിശേഷത ലക്ഷദ്വീപിന് എന്താണ്? മത്സ്യബന്ധനമാണ്. മത്സ്യത്തെ ആസ്പദമാക്കിയുള്ള വ്യവസായങ്ങളാണ് അവിടെ ഉള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ മുത്തുകളും പവിഴങ്ങളുമുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. എങ്ങനെയാണ് മുത്തുകളും പവിഴങ്ങളും ഉണ്ടാകുന്നത്? പോളിപ്സ് എന്ന ജീവിയുടെ മൃതാവശിഷ്ടമാണ് മുത്തുകളും പവിഴങ്ങളും.
പോളിപ്സ് എന്ന ജീവിയുടെ മൃതാവശിഷ്ടമാണ്. അതിന്റെ പൊടിയാണ് അവിടുത്തെ മണലെല്ലാം ഇങ്ങനെ നല്ല വെളുത്ത മണലായിട്ട് വരാൻ കാരണം ഈ ജീവിയുടെ മൃതാവശിഷ്ടമാണ് അവിടുത്തെ പഞ്ചസാര മണലുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ലക്ഷദ്വീപിന്റെ പ്രത്യേകത, ഇന്ത്യയിലെ ഒരു ലോകസഭാംഗമുള്ള ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇപ്പൊ 3 കേന്ദ്രഭരണ പ്രദേശമായി. അടുത്ത 4-മത്തേത് നിങ്ങൾക്കറിയാം ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അതിൽ ആൻഡമാനിൽ 200 ദ്വീപുകളും നിക്കോബാറിൽ 19 ദ്വീപുകളും അടങ്ങിയ 219 ദ്വീപുകളാണ് ആൻഡമാൻസിലുള്ളത്. ആൻഡമാൻ ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി. അത് ഓർമ്മ വേണം. ലക്ഷദ്വീപ് അറബിക്കടലിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ ആൻഡമാൻസിന്റെ സവിശേഷത ഏതാണ്? അതിന്റെ ആസ്ഥാനം പോർട്ട് ബ്ലെയർ, ഒരു തുറമുഖമുള്ള സ്ഥലമാണ് പോർട്ട് ബ്ലെയർ. ആൻഡമാൻസ് 200 ദ്വീപുകൾ അടങ്ങിയ ആൻഡമാനും 19 ദ്വീപുകൾ അടങ്ങിയ നിക്കോബാറുമായിട്ട് നീണ്ടു നിവർന്നു കിടക്കുകയാണ്. ആൻഡമാൻ മുതൽ ഓസ്ട്രേലിയ വരെ കടലിനടിയിലൂടെ ഒരു വലിയ മലനിരകൾ തന്നെ കിടപ്പുണ്ട്. അത് ഒരു സമയത്ത് 8ാമത്തെ കോണ്ടിനെന്റ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ കടലിനടിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻസിന്റെ അയൽ രാജ്യം ചോദിക്കാറുണ്ട്. ആൻഡമാൻസിന്റെ അയൽ രാജ്യം ഏതാണ്? മ്യാൻമാർ. നിക്കോബാറിന്റെ അയൽ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. അപ്പൊ ആൻഡമാൻസ് നിക്കോബാർ ദ്വീപുകൾ എത്ര നീളത്തിലാണ്? അതിന്റെ രണ്ടിന്റെ അയൽ രാജ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ആൻഡമാൻസിന്റെ അയൽ രാജ്യം മ്യാൻമാർ, നിക്കോബാറിന്റെ അയൽ രാജ്യം ഇന്തോനേഷ്യ. ഇനി ഇത് രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു ചാലുണ്ട്. അതിനെ 10 ഡിഗ്രി ചാൽ എന്ന് പറയും. ആൻഡമാൻസിനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി അക്ഷാംശ രേഖ, 10 ഡിഗ്രി വടക്കേ അക്ഷാംശ രേഖ കടന്നു പോകുന്നത് ഇതിനിടയിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പോയിന്റായ ഇന്ദിരാഗാന്ധി മുനമ്പും ആൻഡമാൻസ് നിക്കോബാറിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അക്ഷാംശ രേഖ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കന്യാകുമാരിയെക്കാളും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. നമ്മള് കലാപാനി സിനിമ കണ്ടതുപോലെ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പിടിക്കുന്ന ആൾക്കാരെ ആൻഡമാൻസിനകത്തുള്ള ആ ജയിലിലാണ് കൊണ്ട് പാർപ്പിച്ചിരുന്നത്. ഇന്നും മനുഷ്യരെ കാണാത്ത അല്ലെങ്കിൽ മറ്റാരെയും അടുപ്പിക്കാത്ത ഒത്തിരി ആദിമ മനുഷ്യർ ജീവിക്കുന്ന കൊച്ചു ദ്വീപുകൾ അതിനകത്തുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. ഒരു ബ്രിട്ടീഷുകാരനായ ഒരു പുരോഹിതൻ അവരെ സമീപിക്കാൻ ശ്രമിച്ചപ്പോൾ അമ്പെയ്ത് കൊലപ്പെടുത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. മോഹൻലാൽ തന്നെ അവിടെ ആ കലാപാനി ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടാണ് ആ ദ്വീപുകൾക്കുള്ളിൽ കയറാൻ പറ്റുന്നത്. ഇന്നുവരെയും നമ്മുടെ പോലുള്ള പുരോഗമന ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒട്ടനവധി ആദിവാസി സമൂഹങ്ങൾ ആൻഡമാൻസിന്റെ പല ദ്വീപുകളിലായി ഇന്നും ജീവിച്ചു വരുന്നു. അവരെ അവിടെ കാടിനെ ആശ്രയിച്ചും അവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അല്പമുള്ള കുടിവെള്ളമാണ്. ആ വെള്ളം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ അവരുടെ ജീവന് തന്നെ ഭീഷണിയാവും. അതാണ് ആ ദ്വീപിനകത്തേക്ക് ആരെയും അവർ കടത്തിവിടാത്തത്. അത്ര പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻഡമാൻസിന്റെ മറ്റ് സവിശേഷതകൾ അറിയാൻ പറ്റും. ഇനി 5ാമത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. 5ാമത്തെ കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരി എന്ന് അറിയപ്പെട്ടിരുന്ന പുതുച്ചേരിയാണ്. അതിന്റെ ക്യാപിറ്റലും പുതുച്ചേരി തന്നെയാണ്. കേരളത്തിനകത്ത് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി, തലശ്ശേരിക്കടുത്ത് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. മാഹി പുതുച്ചേരിയുടെ ഭാഗമാണ്. ഇത് ബ്രിട്ടീഷ് ഇന്ത്യ സ്വാതന്ത്ര്യ സമയത്ത് യൂറോപ്യനിലെ പല ശക്തികളും കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു പിന്നീട് കേന്ദ്രഭരണ പ്രദേശമായി വന്നത് എന്ന വിവരം നിങ്ങൾക്കറിയാം. അങ്ങനെ ഉള്ള ലക്ഷദ്വീപ്, ആൻഡമാൻസ്, ദാമൻ ദിയു, പുതുച്ചേരി തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് മാഹിയും നമ്മുടെ കേരളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത്. 6ാമത്തെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? 6ാമത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് നമ്മുടെ പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ബൗണ്ടറിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സിറ്റി അല്ലെങ്കിൽ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്.
2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമാണ്. എല്ലാ റോഡുകളും എല്ലാ ബിൽഡിങ്ങുകളും ഒരുപോലെയാണ്. വളരെ വിശാലമായ ഒരു ഭൂപ്രദേശത്ത് ഇന്ത്യ ഗവൺമെന്റ് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു നഗരമാണ് ചണ്ഡീഗഡ്. എന്നാൽ പ്രകൃതിദത്ത നഗരം ഇന്ത്യയിൽ ഏതെന്ന് കേട്ടാൽ അത് കൊച്ചിയിലാണ്. കൊച്ചി നഗരമാണ് പ്രകൃതിദത്ത നഗരം. ഇനി അപ്പൊ ചണ്ഡീഗഡിന്റെ സവിശേഷത ഒട്ടനവധിയുണ്ട് എന്ന് അത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇനി നമുക്ക് വേണ്ടത് പുതുതായി രൂപം കൊണ്ട ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിന്റെ ഈ മാപ്പിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഭാഗമാണ് ജമ്മു കാശ്മീർ. പക്ഷേ ബാക്കിയുള്ളത് ലഡാക്കാണ്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ജമ്മു കാശ്മീരിനെ മാറ്റിയിരിക്കുന്നത്. അവിടുത്തെ സംസ്ഥാന പദവി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോ ജമ്മു കാശ്മീർ എന്ന ഒരു യൂണിയൻ ടെറിട്ടറിയും ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറി. ജമ്മു കാശ്മീരിന്റെ ആസ്ഥാനം ശ്രീനഗർ, ലഡാക്കിന്റെ ആസ്ഥാനം ലേ. അപ്പൊ എത്രയായി? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളായി ഈ ജമ്മു കാശ്മീരും ലഡാക്കും ചേർന്നപ്പോൾ ഇനിയുള്ള ഇന്ത്യയുടെ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, ദേശീയ തലസ്ഥാനം ഡൽഹി. ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിന്റെ ക്യാപിറ്റൽ ന്യൂഡൽഹിയാണ്. ഡൽഹിയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇത്രയുമാണ് ഇന്ത്യയുടെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. ബാക്കി 28 സംസ്ഥാനങ്ങളായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ പലതും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ പറഞ്ഞു, അയൽ പ്രദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ തുറമുഖങ്ങളാണ്. ഇന്ത്യയുടെ തുറമുഖങ്ങളെ പ്രധാനമായും നമുക്ക് പടിഞ്ഞാറൻ തുറമുഖങ്ങളെന്നും കിഴക്കൻ തുറമുഖങ്ങളെന്നും രണ്ടായി തിരിക്കാം. നമുക്ക് ആദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തുറമുഖങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്ക് കരയോടുകൂടി അടുപ്പിക്കുവാൻ പറ്റുന്ന ാണ് തുറമുഖങ്ങൾ നമ്മൾ വിന്യസിച്ചിട്ടുള്ളത്. ഇപ്പോഴും പുതിയ പുതിയ തുറമുഖങ്ങൾ ഇന്ത്യയിലെ പല ഭാഗത്തും പണിയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നിങ്ങൾക്കറിയാം, അത് പൂർത്തിയായിട്ടില്ല. അപ്പം ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള തുറമുഖം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ ഈ ഭാഗത്ത് നിങ്ങൾ നോക്കുക, ഗുജറാത്തിന്റെ വായ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ട്ല തുറമുഖം ഒരുപാട് സവിശേഷത, വേലിയേറ്റവും വേലിയിറക്കവും ഉപകാരപ്രദമായി സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് കണ്ട്ല തുറമുഖം. അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാൻ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കണ്ട്ല തുറമുഖം. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറ്റത്തുള്ള തുറമുഖമാണ്. ഗുജറാത്ത് സംസ്ഥാനത്തിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വേലിയേറ്റ വേലിയിറക്ക തുറമുഖം ഏതെന്ന് ചോദിച്ചാലും കണ്ട്ല തുറമുഖമാണ്. നമുക്കറിയാം ഇന്ത്യയിൽ 2 ഉപ്പളങ്ങളുണ്ട്. വേലിയേറ്റത്തിൽ നിന്നാണ് നമുക്ക് ഉപ്പളങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ഗുജറാത്തിലെ കച്ചും 2 തമിഴ്നാട്ടിലെ രാമേശ്വരവും. അപ്പോ അത് ഓർമ്മ വേണം. അപ്പൊ ഈ ഉപ്പുവെള്ളം ഇങ്ങനെ 15 ദിവസം കരയിൽ കയറുന്നു, അത് വറ്റിച്ച് ഉപ്പുണ്ടാക്കി വീണ്ടും വേലിയിറക്ക സമയത്ത് ഉപ്പ് പരലായി മാറുന്നു, വീണ്ടും അടുത്ത വേലിയേറ്റത്തിന് ജലം കയറുന്നു. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഉപ്പുണ്ടാക്കുന്ന 2 പ്രദേശങ്ങളാണ് ഗുജറാത്തിലെ കച്ചും തമിഴ്നാട്ടിലെ രാമേശ്വരവും. ഇപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ തുറമുഖം നോക്കാം. ഏതാണ്? ഗുജറാത്തിലെ പോർബന്ദറാണ്. ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദറാണ്. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ തുറമുഖം ഗുജറാത്തിലാണ് പോർബന്ദർ. മൂന്നാമത്തെ തുറമുഖം നവഷേവ, അവിടെ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ തുറമുഖം 2 അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു. നവഷേവയും മുംബൈ തുറമുഖവും. ഇത് രണ്ടും മഹാരാഷ്ട്രയിലെ ബോംബെയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ അടുക്കുന്ന 2 തുറമുഖങ്ങളാണ്. വളരെ അടുത്തടുത്തായി തന്നെ 2 തുറമുഖങ്ങളായിട്ട് പോലും നല്ല തിരക്കുള്ള, അതിന് കാരണം മഹാരാഷ്ട്രയിലുള്ള ഇൻഡസ്ട്രീസ് തന്നെയാണ്. അടുത്ത തുറമുഖമാണ് മർമഗോവ. ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മർമഗോവ, ഗോവ എന്നറിയാം നിങ്ങൾക്ക്. മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് ഗോവ. ആ ഗോവയിലുള്ള തുറമുഖമാണ് മർമഗോവ. അടുത്ത തുറമുഖം മംഗലാപുരമാണ്. കർണാടകയിലുള്ള ഏക തുറമുഖമാണ് മംഗലാപുരം. ഈ കേരളത്തിന്റെ
ഏറ്റവും വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയ്ക്ക് തൊട്ട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. പൂർണ്ണമായും കർണാടകത്തിന്റെ കീഴിലാണ് മംഗലാപുരം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മംഗലാപുരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ കേരളത്തിലുള്ള കോഴിക്കോട്, കൊച്ചി, ഇത് രണ്ടുമാണ് ഇപ്പൊ കേരളത്തിലുള്ള. അത് വലിയ മദർഷിപ്പുകൾക്ക് അടുക്കാൻ പറ്റാത്ത രണ്ട് തുറമുഖങ്ങളാണ് നിലവിലുള്ളത്. മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2,65,000 ടൺ ഭാരം വഹിച്ചു കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ മദർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വലിയ മദർഷിപ്പ് അടുക്കണമെങ്കിൽ ഏകദേശം 40-50 മീറ്ററോളം കരയുടെ തീരം ആഴമുള്ള തുറമുഖത്ത് മാത്രമേ അത്തരം ഷിപ്പുകൾക്ക് അടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു തുറമുഖമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആഴങ്ങിയ ഒരു തുറമുഖമാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത്. 40 മീറ്ററോളം കരഭാഗം. അതിന് വിഴിഞ്ഞത്തുള്ള ഭൂസവിശേഷതയാണ്. കാരണം നല്ല തിക്നെസ് ഉള്ള പാറക്കെട്ടുകൾ കടൽ തീരത്തോട് ചേർന്നതുകൊണ്ട് വലിയ മദർഷിപ്പിന് നമുക്ക് അടുപ്പിക്കാൻ പറ്റും. മറ്റുള്ള കൊച്ചി വല്ലാർപാടമായാലും കോഴിക്കോട് തുറമുഖമായാലും മദർഷിപ്പുകൾ ഉൾക്കടലിൽ കിടന്ന് അവിടുന്ന് ചെറിയ ഷിപ്പുകളിലാണ് കണ്ടെയ്നറുകളെല്ലാം തീരത്ത് വരുന്നത്. ആ ഓർമ്മ വേണം. അടുത്ത തുറമുഖം വന്നിട്ട് തൂത്തുക്കുടിയാണ്. അത് വളരെ ശ്രദ്ധിക്കുന്ന ഒരു തുറമുഖമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം ഏതെന്ന് ചോദ്യം വരും. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം തൂത്തുക്കുടിയാണ്. തൂത്തുക്കുടിയുടെ പ്രത്യേകത എന്താണ്? തമിഴ്നാട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ അത് സ്ഥിതി ചെയ്യുന്നത് കാരണം ഇന്ത്യയുമായി ചേർന്ന് ഉള്ള ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലൂടെ ഈ കപ്പലുകൾക്ക് വരാൻ കഴിയില്ല. ശ്രീലങ്ക ചുറ്റി തന്നെയാണ്, അതായത് കൊളംബോ ചുറ്റി മാത്രമാണ് ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളും അന്താരാഷ്ട്ര കപ്പൽശാലയിൽ നിന്ന് തൂത്തുക്കുടി വരേണ്ട കപ്പലുകൾ മാത്രം തൂത്തുക്കുടി വന്നു, ബാക്കിയെല്ലാം കൊളംബോ ചുറ്റിയാണ് വരുന്നത്. അതിന് കാരണം നമ്മുടെ ധനുഷ്കോടിക്കും തലൈമാന്നാറിനും ഇടയിൽ, ഇന്ത്യയുടെ രാമേശ്വരത്തിനടുത്തുള്ള ധനുഷ്കോടിക്കും ശ്രീലങ്കയുടെ തലൈമാന്നാറിനിടയിലും കിടക്കുന്ന രാമസേതുവാണ് കാരണം. അല്ലെങ്കിൽ നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്താൽ അത് കാണുന്നത് ആഡംസ് ബ്രിഡ്ജ് എന്നാണ്. ഇപ്പോഴും നാസയുടെ റിപ്പോർട്ടുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അത് ധനുഷ്കോടിയിൽ നിന്ന് തലൈമാന്നാർ വരെ 33 കിലോമീറ്റർ ദൂരം കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ പാറക്കെട്ടുകളാണ്. ആ രാമസേതു ഒരു 300 മീറ്റർ ദൂരം പൊട്ടിച്ചു മാറ്റിയാൽ മദർഷിപ്പുകൾക്ക് ശ്രീലങ്ക ചുറ്റാതെ തന്നെ ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കും. അത് കാരണം ഒരു വലിയ മദർഷിപ്പുകൾക്കും ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള പാക് കടലിടുക്ക്, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കിന്റെ പേര് പാക് സ്ട്രൈറ്റ് അല്ലെങ്കിൽ പാക് കടലിടുക്ക് എന്ന് പറയും. അതിനിടയിലൂടെ വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. അടുത്ത തുറമുഖം ചെന്നൈ. ചെന്നൈ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലുള്ള തലസ്ഥാന നഗരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ചെന്നൈ. ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. നിങ്ങൾക്കറിയാം, അവിടുന്നുള്ള വ്യവസായ ഉൽപ്പന്നങ്ങൾ ചെന്നൈ വഴിയാണ് കടന്നു പോകുന്നത്. അടുത്ത തുറമുഖം തമിഴ്നാട്ടിന്റെ അറ്റത്ത്, എന്നാൽ ആന്ധ്രയിലല്ല, അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന എന്നോർ തുറമുഖമാണ്. എന്നോർ ഏത് സംസ്ഥാനത്തിലെ തുറമുഖം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അത് തമിഴ്നാട് തന്നെ. പക്ഷെ പലർക്കും തെറ്റുപറ്റാം, കാരണം അത് ആന്ധ്രയുടെ ബോർഡറിൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്നോർ തുറമുഖം എവിടെയുള്ളതാണ്? തമിഴ്നാട്ടിലുള്ളതാണ്. ഇനിയുള്ളതാണ് ഇന്ത്യയിൽ ഏറ്റവും വിശേഷപ്പെട്ട തുറമുഖമാണ് വിശാഖപട്ടണം. എന്താണ് വിശാഖപട്ടണത്തിന്റെ പ്രത്യേകത? ഇന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ഇറക്കുമതി നടക്കുന്ന ഒരു തുറമുഖമാണ് വിശാഖപട്ടണം. ഏറ്റവും നിലവിലുള്ളതിൽ വിഴിഞ്ഞം വരുന്നത് വരെ ആഴമേറിയ തുറമുഖം വിശാഖപട്ടണമാണ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകളിൽ നിന്ന് ഒട്ടനവധി ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ ലോകത്തുള്ള പല ഭാഗത്തേക്കും കയറ്റി അയക്കുന്നത് വിശാഖപട്ടണത്തിൽ നിന്നാണ്. അത് പ്രധാനമാണ്. അടുത്തത് നമുക്ക് ഒഡീഷയിലുള്ള പാരദീപ്. ഒഡീഷ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് അടുത്തത് പാരദീപ്. അത് കഴിഞ്ഞാൽ ഹാൽഡിയ, പിന്നെ ഉള്ളത് ലാസ്റ്റ് കൊൽക്കത്ത. ഇത്രയും തുറമുഖങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇനിയുള്ളത് ആൻഡമാൻ നിക്കോബാറിൽ പോർട്ട് ബ്ലെയറിൽ ഒരു തുറമുഖമുണ്ട്. ഇത്രയും തുറമുഖങ്ങൾ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഏറ്റവും സൗകര്യപ്രദമായ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു. മാത്രമല്ല, അന്താരാഷ്ട്ര കപ്പൽശാലിന് അടുത്തായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം വരാൻ പോകുന്നത്. ലോകത്തിലുള്ള കപ്പലുകളെല്ലാം ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും ചുറ്റിയല്ല സഞ്ചരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് കപ്പൽശാലുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കപ്പലുകൾ സഞ്ചരിക്കുന്നത് അറബിക്കടലിലൂടെ, ചെങ്കടലിലൂടെ,
മെഡിറ്ററേനിയൻ കടലിലൂടെ അറ്റ്ലാന്റിക് വഴി പസഫിക്കിലൂടെയാണ് സഞ്ചാരപഥം കൂടുതലായിട്ടുള്ളത്. ആഫ്രിക്കയുടെ മുനമ്പ് ചുറ്റി അധികം കപ്പലുകൾ സഞ്ചരിക്കാറേയില്ല. അങ്ങനെ വരുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇന്ത്യയുടെ കടൽ തീര സമതലങ്ങൾ. നമ്മുടെ ഭൂപ്രകൃതിയിലെ ഏറ്റവും അവസാന ഭാഗമാണ് ഇന്ത്യയുടെ കടൽ തീര സമതലങ്ങൾ. നമ്മൾ പറഞ്ഞതുപോലെ അല്ലേ, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, നാലാമത്തെ ഭൂവിഭാഗമാണ് തീരപ്രദേശങ്ങളും ദ്വീപുകൾ. അതിൽ തീരപ്രദേശങ്ങളെ നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. ഏറ്റവും പ്രധാനമാണ് തീരപ്രദേശങ്ങളെ എത്രയായി തരംതിരിക്കാം? 5ആയി തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെ തീരപ്രദേശം നമുക്ക് നോക്കാം, ഗുജറാത്ത് തീരപ്രദേശം. ഒന്നാമത്തെ തീരപ്രദേശത്തിന്റെ പേര്, അത് ഏത് മുതൽ ഏതുവരെയാണ്? ഗുജറാത്തിന്റെ ബൗണ്ടറി മുതൽ ഗുജറാത്ത് അവസാനിക്കുന്ന റാൻ ഓഫ് കച്ച് വരെ. റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്ത് സംസ്ഥാനം അവസാനിക്കുന്നത് വരെയുള്ള തീര സമതലത്തെ ആണ് ഗുജറാത്ത് തീരസമതലം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ തുടക്കം മുതൽ പാകിസ്ഥാനിന്റെ അവിടെ ചേർന്ന് കിടക്കുന്ന റാൻ ഓഫ് കച്ച് വരെയുള്ള തീരപ്രദേശത്തിന്റെ പേരെന്താണ്? ഗുജറാത്ത് തീരസമതലം. രണ്ടാമത്തെ നോക്കൂ, മഹാരാഷ്ട്രയുടെ ബൗണ്ടറി മുതൽ നമ്മുടെ കേരളത്തിന്റെ അതിർത്തി വരെ. മഹാരാഷ്ട്രയുടെ ആദ്യത്തെ അതിർത്തി, ഗുജറാത്തും മഹാരാഷ്ട്രയും ചേരുന്ന അതിർത്തി മുതൽ കേരളവും കർണാടകവും ചേരുന്ന അതിർത്തി വരെയുള്ള തീരപ്രദേശത്തിന്റെ പേരെന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്, കൊങ്കൺ തീരപ്രദേശം. എന്താണ്? കൊങ്കൺ തീരപ്രദേശം. ഏത് മുതൽ ഏതുവരെയാണ്? മംഗലാപുരം മുതൽ നമ്മുടെ ഗുജറാത്ത് വരെ, ഗുജറാത്ത് തുടങ്ങുന്നത് വരെ, മഹാരാഷ്ട്രയുടെ അറ്റം വരെ. അതിനെ നമ്മൾ കൊങ്കൺ തീരപ്രദേശം എന്നാണ് പറയുന്നത്. കൊങ്കൺ തീരപ്രദേശത്ത് ഒത്തിരി സവിശേഷതകളുണ്ട്. നിങ്ങൾക്കറിയാം, കൊങ്കൺ റെയിൽവേ ഒക്കെ ഉണ്ട് അല്ലേ? എന്താണ് കൊങ്കൺ റെയിൽവേയുടെ ഏറ്റവും വലിയ? 2500ഓളം പാലങ്ങൾ, ഏകദേശം 95ഓളം നദികൾ, ഏകദേശം 50ലധികം എന്താണ് ഗുഹകളിലൂടെയൊക്കെയാണ്, തുരങ്കങ്ങളിലൂടെയൊക്കെയാണ് ട്രെയിൻ കടന്നു. കൊങ്കൺ റെയിൽവേ ഭയങ്കര ദുർഘടം പിടിച്ച ഒരു വർക്കാണ് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തത്. അപ്പൊ കൊങ്കൺ എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തെ കീറി മുറിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു റെയിൽവേ ആണ് കൊങ്കൺ. അപ്പൊ കൊങ്കൺ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ കാസർഗോഡിന്റെ അങ്ങറ്റമായ മംഗലാപുരം മുതൽ പിന്നെ ഗുജറാത്തിന്റെ ആരംഭം വരെയുള്ള തീരപ്രദേശത്തെയാണ് കൊങ്കൺ തീരപ്രദേശം. അപ്പം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ടാമത്തെ പടിഞ്ഞാറ് ഭാഗത്താണ് 3 തീരപ്രദേശങ്ങൾ ഉള്ളത്. ഒന്ന് ഗുജറാത്ത് തീരപ്രദേശം, 2 കൊങ്കൺ തീരപ്രദേശം. ഇനിയുള്ളത് കേരളം മാത്രമുള്ള സ്ഥലത്തുള്ള തീരപ്രദേശം. കേരളത്തിന്റെ തീരത്തെ മലബാർ തീര സമതലം എന്നാണ് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് 3 തീരസമതലങ്ങളാണുള്ളത്. ഒന്ന് ഗുജറാത്ത് തീരസമതലം, 2 കൊങ്കൺ തീരസമതലം, 3 മലബാർ തീരസമതലം. ഇനി ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് 2 തീരസമതലങ്ങളുണ്ട്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തമിഴ്നാടിന്റെ ഈ കന്യാകുമാരി മുതൽ ആന്ധ്രയിലെ കൃഷ്ണ നദി വരെ, ആന്ധ്രയുടെ കൃഷ്ണ നദി വരെയുള്ള തീരപ്രദേശത്തെ കോറമണ്ടൽ തീരസമതലം എന്ന് പറയാം. കന്യാകുമാരി മുതൽ ആന്ധ്രയുടെ കൃഷ്ണ നദി പതിക്കുന്നത് വരെയുള്ള തീരസമതലത്തെ കോറമണ്ടൽ തീരസമതലമെന്നും, അതുമുതൽ കൊൽക്കത്ത വരെയുള്ളതിനെ വടക്കൻ സിർക്കാസ് തീരസമതലമെന്നും പറയാം. അങ്ങനെ ഇന്ത്യക്ക് 5 തീരസമതലങ്ങൾ. പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം, കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം. 5 തീരസമതലങ്ങളായിട്ടാണ് ഇന്ത്യയുടെ തീരപ്രദേശത്തെ വേർതിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ത്യയുടെ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇന്ത്യയുടെ ഹിമാലയൻ പർവ്വതങ്ങൾ അവിടെ സ്ഥാനങ്ങൾ ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ഹിമാലയൻ മലനിരകളെ പ്രധാനമായും 3ആയിട്ട് തരംതിരിക്കാം. ഹിമാചൽ, ഹിമാദ്രി, നമുക്ക് ഈ ഹിമാലയൻ മലനിരകളെ പ്രധാനമായിട്ടും നമുക്ക് 3 വിഭാഗങ്ങളായി തിരിക്കാൻ പറ്റും. അതിൽ ആദ്യമുള്ള വിഭാഗമാണ്
കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇത് 3 മലനിരകളും കാശ്മീരിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. 3 മലനിരകളും കാശ്മീരിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അടുത്ത ഹിമാലയൻ മലനിരകളാണ് ഹിമാദ്രി, സിവാലിക്, ഹിമാചൽ. അടുത്ത 3 മലനിരകൾ ഏകദേശം കാശ്മീർ മുതൽ സിക്കിം വരെ നീണ്ടു നിവർന്ന്, അരുണാചൽ പ്രദേശ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഏറ്റവും നീളം കൂടിയ മലനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ശ്രദ്ധിക്കുക, നമുക്ക് ഹിമാലയൻ മലനിരകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 6 വലിയ മലനിരകളാണ്. അത് 1 കാരക്കോറം, 2 ലഡാക്ക്, 3 സസ്കർ, രണ്ടാമത്തത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണെന്നാണ് നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ. അപ്പൊ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. അത് ഇന്ത്യയിലാണോ? അല്ല, അത് നേപ്പാളിലാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്, അത് നേപ്പാളിലാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറയും. അത് ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അത് ഈ ഹിമാലയൻ മലനിരകളിൽ ഉള്ള കൊടുമുടിയാണ്. ഹിമാലയൻ മലനിരകളിലുള്ള കൊടുമുടിയാണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് കിഴക്കൻ മലനിരകൾ. അത് ഹിമാലയൻ മലനിരകളുടെ തുടർച്ച തന്നെയാണ്. അത് മുറിഞ്ഞു കിടപ്പുണ്ട്. കിഴക്കൻ മലനിരകൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ആദ്യത്തത് പത്കായി ബും. അപ്പൊ പത്കായി ബും മലനിരകൾ ഏത് സംസ്ഥാനത്തിലാണെന്നാണ് ചോദ്യം വരുന്നത്. അതുപോലെ നാഗാ കുന്നുകൾ, ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് പഠിക്കാം. പത്കായി ബും മലനിരകളും നാഗാ കുന്ന് മലനിരകളും ഏത് സംസ്ഥാനത്തിൽ വരും? അത് നാഗാലാൻഡിലാണ്. ആൻസർ നമുക്ക് അത് കൊടുക്കാം. പേരിനോടൊപ്പം തന്നെ അതിന്റെ ഉത്തരം പത്കായി ബും കിഴക്കൻ മലനിരകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്താണ് ഈ മലനിരകൾ ചെയ്യുന്നത്. പത്കായി ബുമ്മും നാഗാ കുന്നുകളും കിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിലാണ്. ഇനി അടുത്ത കിഴക്കൻ മലനിരകൾ ഖാരോ, ഖാസി, ജയന്തിയ മലനിരകളാണ്. ഖാരോ, ഖാസി, ജയന്തിയ മലനിരകൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നറിയാമോ? മേഘാലയയിലാണ്. ഖാരോ, ഖാസി, ജയന്തിയ കുന്നുകൾ, ഈ 3 മലനിരകളും മേഘാലയ എന്ന സംസ്ഥാനത്തിലാണ്. ആ സംസ്ഥാനത്തിനാണ് പ്രാധാന്യം. ഖാരോ, ഖാസി, ജയന്തിയ ഈ ഹിമാലയൻ മലനിരകളുടെ തുടർച്ചയായി കിടക്കുന്നതാണ്. ഇത് 3 മലനിരകളും മേഘാലയയിലാണ്. മേഘാലയയുടെ പ്രത്യേകത എന്താണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ചിറാപുഞ്ചി, അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ്. മേഘാലയ സംസ്ഥാനത്തിലാണ് ചിറാപുഞ്ചി. ലോകത്ത് ചിറാപുഞ്ചിയിൽ ഒരു ദിവസം പെയ്യുന്ന മഴ തന്നെ എന്താണ്? ഒരു ദിവസം പെയ്യുന്ന മഴ ഒരു രാജ്യത്ത് ഒരു വർഷം മുഴുവനും കിട്ടാത്ത മഴയാണ്. ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഒരു വർഷം മുഴുവൻ പെയ്താൽ കിട്ടാത്ത മഴയാണ് ചിറാപുഞ്ചിയിൽ ഒരു ദിവസം പെയ്യുന്ന മഴ. പക്ഷേ ആ മഴ കാരണം ഏറ്റവും ദുഃഖിക്കുന്ന ഒരു രാജ്യമുണ്ട്, ബംഗ്ലാദേശാണ്. എപ്പോഴും വെള്ളപ്പൊക്കമുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിന് പ്രത്യേകത ഹിമാലയൻ മലനിരകൾ ഇങ്ങനെ മടക്കി മൺസൂൺ കാറ്റുകളെല്ലാം തടഞ്ഞു നിർത്തി പൂർണ്ണമായും മഴ ഇന്ത്യക്ക് ഇങ്ങനെ പെയ്യുന്നതാണ്. അതിനുള്ള കാരണങ്ങൾ പ്രകൃതിദത്തമായ കാര്യങ്ങൾ തന്നെയാണ്. ഇനിയുള്ളത് മിസോ കുന്നുകൾ. കിഴക്കൻ മലനിരകളിൽ ഒന്നേ ഉള്ളൂ, അത് മിസോ കുന്നുകൾ എന്നാണ്. മിസോ വന്നിട്ട് മിസോറാമിലാണ്. ഇത്രയുമാണ് ഹിമാലയൻ മലനിരകളുടെ, ഇന്ത്യക്കകത്തുള്ള ഹിമാലയൻ മലനിരകളുടെ സവിശേഷതകൾ. അത് ഒരുപാട് നമ്മുടെ കാലാവസ്ഥയും മറ്റ് നമ്മുടെ ഭൂപ്രകൃതിയൊക്കെ സംരക്ഷിക്കുന്നതാണ് ഹിമാലയൻ മലനിരകൾ. അടുത്ത ചോദ്യം നമുക്ക് രണ്ടാമത്തെ ഭൂപ്രകൃതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ഇത് ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ഇരുഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തര മഹാസമതലം. അതിൽ ഒന്നാമത്തത് പഞ്ചാബ് ഹരിയാന സമതലമാണ്. ഈ വലിയ ഉത്തര മഹാസമതലം നമുക്ക് അഞ്ചായി തിരിക്കാം. അത് പഞ്ചാബിനകത്തുള്ള സമതലത്തിന്റെ പേര് പഞ്ചാബ് ഹരിയാന സമതലം. സമതലങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് നദികളാണ് എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ സത്ലജ് നദിയൊക്കെയാണ് പഞ്ചാബ് ഹരിയാന സമതലം സൃഷ്ടിക്കാനുള്ള കാരണം.
രണ്ടാമത്തെ സമതലം എന്ന് പറഞ്ഞാൽ മരുസ്ഥലി ബംഗാർ സമതലം, രാജസ്ഥാനിലാണ് മരുസ്ഥലി ബംഗാർ. അത് ലൂണി സരസ്വതി എന്ന് പറയുന്ന രണ്ട് പഴയ നദികൾ സൃഷ്ടിച്ചിട്ടുള്ള സമതലമാണ് മരുസ്ഥലി ബാഗർ സമതലം. ഇപ്പൊ ആ നദികൾ അവിടെ സ്ഥിതി ചെയ്യുന്നില്ല, അത് മണ്ണ് മൂടപ്പെട്ടു പോയി, അത് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നൊക്കെയാണ് സങ്കല്പം. ഏതൊക്കെയാണ്? ലൂണി, സരസ്വതി എന്ന നദികൾ. അടുത്തത് ഗംഗാ സമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമതലമാണ് ഗംഗാ സമതലം. അടുത്ത അത് ബ്രഹ്മപുത്ര സമതലം. ഇതിന്റെ ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഭൂപ്രകൃതിയുടെ ഒരു ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഉത്തര പർവ്വത മേഖല, ഇത് ഉത്തര മഹാസമതലം, ഇത് ഉപദ്വീപീയ പീഠഭൂമി, ഇത് തീരപ്രദേശങ്ങളും ദ്വീപുകളുമാണ് ഈ മാപ്പിൽ നമ്മൾ കാണുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സവിശേഷതകൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പ്രധാനമായും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം നമുക്കറിയാം സിക്കിമാണ്. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. അതുപോലെ രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയുള്ളത് ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചണ്ഡീഗഡാണ്. അതുപോലെ പിന്നെ ഉത്തർപ്രദേശിൽ നിന്ന് വേർതിരിഞ്ഞ പുതുതായിട്ടുണ്ടായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അതുപോലെ പുതുതായിട്ടുണ്ടായതാണ് ഛത്തീസ്ഗഡും ജാർഖണ്ഡും സംസ്ഥാനങ്ങൾ. പിന്നെ ആന്ധ്രയിൽ പുതുതായി ഉണ്ടായതായി കാണുന്നതാണ് തെലുങ്കാന എന്ന സംസ്ഥാനം. ഇത് പണ്ട് മുഴുവനും ആന്ധ്രാപ്രദേശ് ആയിരുന്നു. ഇപ്പൊ അത് ഏത് സ്റ്റേറ്റായി വന്നു? തെലുങ്കാന എന്നൊരു പുതിയ സംസ്ഥാനം രൂപം കൊണ്ടിട്ടുണ്ട്. ബാക്കി ഇപ്പോ സംസ്ഥാനങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ നോക്കാവുന്നതാണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് അടുത്ത നമ്മൾക്ക് ഉള്ളത് ഇന്ത്യൻ വ്യവസായങ്ങളാണ്. ഇന്ത്യൻ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാർഷിക കാലങ്ങൾ. ഇന്ത്യയുടെ കാർഷിക കാലങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ കാർഷിക കാലങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. പ്രധാനമായും ഖാരിഫ്, റാബി, സെയ്ദ്. ഇന്ത്യയുടെ കാർഷിക കാലങ്ങൾ, കാർഷിക വിളകളല്ല, ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ഇന്ത്യയുടെ കാർഷിക കാലങ്ങൾ. അപ്പോൾ അതിനെയാണ് നമ്മൾ മൂന്നായി തരംതിരിച്ചിട്ടുള്ളത്: ഖാരിഫ്, റാബി, സെയ്ദ്. അടുത്ത ചോദ്യം, മൺസൂണിന്റെ ആരംഭത്തിൽ, അതായത് ജൂൺ മാസത്തിൽ കൃഷി ആരംഭിച്ച് മൺസൂണിന്റെ അവസാനത്തിൽ, അതായത് നവംബർ മാസത്തിൽ വിളവെടുക്കുന്ന കാർഷിക കാലം. ഒന്നും കൂടെ ചോദ്യം, മൺസൂണിന്റെ ആരംഭത്തിൽ കൃഷി ആരംഭിച്ച് മൺസൂണിന്റെ അവസാനത്തിൽ വിളവെടുക്കുന്ന കാർഷിക കാലം ഏത്? അത് ഖാരിഫ് ആണ്. ഖാരിഫ് വിളകള് ഉദാഹരണം അറിയാം: നെല്ല്, ചോളം, പരുത്തി, ചണം, കരിമ്പ് തുടങ്ങിയവ ആണ് ഈ മൺസൂണിന്റെ ആരംഭത്തിൽ കൃഷി ആരംഭിച്ച് മൺസൂണിന്റെ അവസാനത്തിൽ വിളവെടുപ്പ് നടക്കുന്നത്. നെൽകൃഷി, ചോളം ഇങ്ങനെയുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, ശൈത്യകാലത്ത് കൃഷി ആരംഭിച്ച്, അതായത് നവംബർ മാസത്തിൽ കൃഷി ആരംഭിച്ച് വേനലിന്റെ ആരംഭത്തിൽ, അതായത് മാർച്ച് മാസത്തിൽ വിളവെടുക്കുന്ന കാർഷിക കാലം റാബി. ഇന്ത്യയുടെ രണ്ടാമത്തെ കാർഷിക കാലമായ റാബിയാണ്. ഉദാഹരണമായി ഗോതമ്പ്, പുകയില, കടുക്, മറ്റ് പയർവർഗ്ഗ. ഗോതമ്പ് കൃഷി തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഗോതമ്പ് കൃഷി തുടങ്ങാൻ തന്നെ 10 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ആവശ്യം. അപ്പൊ നല്ല തണുപ്പ് കാലത്ത് മാത്രമേ നമുക്ക് ഗോതമ്പ് കൃഷി തുടങ്ങാൻ പറ്റുള്ളൂ. അടുത്ത വേനലിന്റെ ആരംഭത്തിൽ കൃഷി ആരംഭിച്ച് മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക കാലമാണ് സെയ്ദ്. സെയ്ദ് പഴങ്ങൾ, പച്ചക്കറികളാണ് സെയ്ദ് കാർഷിക കാലത്തിലെ കൃഷികൾ. ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കുന്ന വിളകളെയാണ് നമ്മൾ ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത്. അതുപോലെ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെ നാണ്യവിളകൾ എന്ന് പറയും.
വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളെ നാണ്യവിളകൾ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശ്, മൂന്നാം സ്ഥാനമാണ് ആന്ധ്രാപ്രദേശിനുള്ളത്. ഭക്ഷ്യവിളയിൽ രണ്ടാം സ്ഥാനമുള്ള ഗോതമ്പ് ഏത് വിളയാണ്? ഭക്ഷ്യവിളയിൽ രണ്ടാം സ്ഥാനമുള്ള ഗോതമ്പ് റാബി വിളയാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, രണ്ടാമത് പഞ്ചാബാണ്. അതുപോലെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന വിള പരുത്തിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് പരുത്തി നൂൽ ഉൽപ്പാദിപ്പിച്ച് അത് തുണി തരങ്ങളായിട്ട് കയറ്റി അയച്ചാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് രാജ്യത്ത് വിദേശ നാണയം ഏറ്റവും കൂടുതൽ നേടിത്തരുന്നത് ഇന്ന് കയറ്റുമതിയിലൂടെ കിട്ടുന്ന പരുത്തി തുണിയാണ്. ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തറിയാം അല്ലേ, ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്തൊരു കാലഘട്ടം. ഗാന്ധിജി ഇങ്ങനെ ഒരു വസ്ത്രം സ്വീകരിക്കാൻ തന്നെ കാരണം അതായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലെത്തി. കാവേരി തീരത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീ ഒരു ചേലയുടെ പകുതി നനച്ചുകൊണ്ട് പകുതി കാറ്റത്തുണക്കുന്നു, വീണ്ടും പകുതി നഗ്നത മറച്ച് വീണ്ടും പകുതി നനയ്ക്കുന്ന ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു കാലഘട്ടം. അന്ന് ഗാന്ധിജി എടുത്തൊരു ഇതാണ് നമ്മുടെ രാജ്യത്ത് ചർക്കയിലൂടെ നൂൽനൂറ്റ് സ്വയം തുണി ഉൽപാദനം. ഇന്ന് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ കോട്ടൺ വസ്ത്രം കയറ്റി അയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഏറ്റവും കൂടുതൽ അമേരിക്കയ്ക്കാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. അമേരിക്കയിലേക്ക് ഈ വസ്ത്രങ്ങളെല്ലാം കോട്ടൺ തുണി കയറ്റി അയക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? അന്താരാഷ്ട്ര നാണയമാണ്. എന്താണ് രാജ്യങ്ങൾ തമ്മിൽ കച്ചവടം നടത്തുമ്പോൾ കിട്ടുന്ന അന്താരാഷ്ട്ര നാണയം അല്ലെ? അത് ഇന്റർനാഷണൽ മണി എന്ന് പറയുന്നത്. അത് അമേരിക്കൻ ഡോളറാണ്. അപ്പൊ അമേരിക്കൻ ഡോളർ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ത്യ രാജ്യത്ത് തരുന്ന ഉൽപ്പന്നമാണ് കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ തുണി വസ്ത്രങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് നമുക്ക് ഇതിനറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന പരുത്തി ഉൽപാദന കേന്ദ്രം കോട്ടോണോപോളിസ് നഗരം അത് മുംബൈയാണ്. കാരണം മഹാരാഷ്ട്രയിൽ ഒത്തിരി പരുത്തി കൃഷിയുമുണ്ട്, തുണി വ്യവസായ മില്ലുകളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാന പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1971 എവിടെ സ്ഥാപിച്ചു? ജൂട്ട് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ചണം അല്ലേ? അപ്പോ ചാക്ക നൂലൊക്കെ ഉണ്ടാക്കുന്ന അതാണ്. അതൊരു ചെടിയുടെ ഇതാണ്. അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം പശ്ചിമ ബംഗാളിലാണ്, കൊൽക്കത്ത. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1971 അത് കൊൽക്കത്തയാണ്. അടുത്ത് ചന്ദനം ഉൽപാദനത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 2ാം സ്ഥാനമാണുള്ളത്. അടുത്ത് അറബിക്ക എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖല തോട്ടവിള അറബിക്ക എന്നാണ് അറിയപ്പെടുന്നത്. അത് കാപ്പിയാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് വേൾഡിൽ? 2ാം സ്ഥാനം. 1ാം സ്ഥാനം ലോകത്ത് ബ്രസീലിനാണ് കരിമ്പ് ഉൽപാദനം. ഇന്ത്യയിലാണ് കരിമ്പിന്റെ ജന്മദേശം ഏതാണ്? ഇന്ത്യയാണ്. കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം, ഏറ്റവും പ്രധാനപ്പെട്ട, കരിമ്പ് വെട്ടിയാൽ ഉടൻ തന്നെ അത് ഇൻഡസ്ട്രിയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് കരിമ്പിലെ സുക്രോസ് എന്ന ഒരു ഇതാണ് കരിമ്പിൽ അടങ്ങിയിരിക്കുന്നത്. അത് ഒത്തിരി ക്വസ്റ്റ്യൻസിൽ വരും. അപ്പൊ സുക്രോസ് എന്ന വാക്ക് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കൾ ഇരുമ്പ്, മാംഗനീസുമാണ്. അതുപോലെ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ് ആണ്. ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ. ധാതു ഇന്ധനങ്ങളായ അലോഹ ധാതുക്കൾ ധാതു ഇന്ധനങ്ങളാണ്, പക്ഷെ അത് അലോഹ ധാതുക്കളാണ്. കൽക്കരിയും പെട്രോളിയവും. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പ് അയിര് ഖനന മേഖലകൾ നമുക്ക് നോക്കാം. പ്രധാന ഖനന മേഖലകൾ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ധാർ. ഇത് ഒഡീഷ സംസ്ഥാനത്തിലുള്ള പ്രധാന ഖനന മേഖലകളാണ്. ഇനി ബിഗ് ഭംഗും ദുർഗും ജാർഖണ്ഡ് മേഖലയിൽ സംസ്ഥാനത്തിലുള്ളതാണ്. അതുപോലെ ബെല്ലാരി ചിക്കമംഗ്ലൂർ, പേര് കേൾക്കുമ്പോഴേ തന്നെ അറിയാം. ബെല്ലാരി ചിക്കമംഗ്ലൂർ എവിടെയാണ്? കർണാടകം. അടുത്ത മർമഗോവ ഗോവയിലാണ്.
സേലം, നീലഗിരി തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നമുക്കറിയാം, റോ മെറ്റീരിയൽസ് എന്ന് പറയും. അത് പ്രധാനമായും കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. അപ്പൊ ഇരുമ്പ് ഉരുക്കിയെടുത്ത നമുക്ക് സ്റ്റീൽ ഇൻഡസ്ട്രീസിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായം ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്. അത് ടിസ്കോ ജംഷഡ്പൂർ ആണ്, ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. അത് കുൾട്ടി, ബർണാപൂർ, ഹിരാപൂർ തുടങ്ങിയിടത്തൊക്കെ ഉണ്ട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ബൊക്കാറോ ആണ്. ഇത് രണ്ടും വർഷത്തിനാണ് പ്രാധാന്യം. റഷ്യയുടെ സഹായം 1959 1964 ഈ 2 വർഷത്തിൽ കിട്ടിയത് 2 സ്ഥലത്താണ്. ആദ്യത്തേത് ഭിലായ്, രണ്ടാമത്തേത് ബൊക്കാറോ. ഇനി 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല റൂർക്കേലയാണ്. അതുപോലെ 1962 UK സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചത് ദുർഗാപൂർ. അത് പ്രധാനപ്പെട്ട ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇനി അലുമിനിയം ശുദ്ധീകരിച്ചെടുക്കുന്ന ഏത് അയിരിൽ നിന്നാണ്? ബോക്സൈറ്റ് ആണ്. അപ്പൊ ബോക്സൈറ്റ് എന്ന് പറഞ്ഞത് അലുമിനിയത്തിന്റെ അസംസ്കൃത വസ്തുവാണ്, റോ മെറ്റീരിയൽ എന്ന് പറയും. അത് ശുദ്ധീകരിച്ചാണ് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ ഏത് തരം ഇന്ധനങ്ങളാണ്? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയാം. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ് ഏതാണ്? കൽക്കരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഏത് വിഭാഗം കൽക്കരിയാണ്? ബിറ്റുമിനസ് വിഭാഗമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ നെയ്വേലിയിലെ ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അത് ലിഗ്നൈറ്റ് ആണ്. നേരത്തെ പറഞ്ഞത് ബിറ്റുമിനസ് ആണെങ്കിൽ ഇത് ലിഗ്നൈറ്റ് ആണ്. പെട്രോളിയത്തിൽ നിന്ന് നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാവുന്ന പ്രോഡക്ട്സ് ഒട്ടനവധി ഉണ്ട്. പെട്രോളിയമാണ് മണ്ണിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്നത്. അതിലുള്ള പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ്? ഏവിയേഷൻ ഓയിൽ, അല്ലെ, വിമാനം പറത്തുന്ന ഇന്ധനം, പിന്നെ പെട്രോൾ, ഡീസൽ, പിന്നെ കെറോസിൻ, രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാക്സിൻ. ഏറ്റവും അവസാനത്തെ പ്രോഡക്റ്റ് ആണ് റോഡ് ടാർ ചെയ്യുന്ന ടാർ. ഇതെല്ലാം പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്റ്റുകളാണ്. റോഡ് ടാർ ചെയ്യുന്ന ടാർ വരെ പെട്രോളിയത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ പെട്രോളിയം ഖനന കേന്ദ്രം, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനന കേന്ദ്രം ഡിഗ്ബോയി ആണ്. ഡിഗ്ബോയി ആസാമിലാണ്. ഇപ്പോഴും നമ്മൾ കർണാടകത്തിൽ പുതിയ പെട്രോളിയം കണ്ടെത്താൻ വേണ്ടി റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നു. നേരത്തെ അറബിക്കടലിൽ നമ്മൾ കൊച്ചി സമീപത്ത് നടത്തി. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതെന്ന് കേട്ടാൽ അത് മുംബൈ ഹൈ എന്നറിയപ്പെടുന്ന, ബോംബെയുടെ തീരത്ത് നിന്ന് ഏകദേശം 150-200 കിലോമീറ്റർ ഉള്ളിൽ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നതാണ് മുംബൈ ഹൈ. അത് മഹാരാഷ്ട്രയിലാണ്. പ്രധാന ആണവ ധാതുക്കൾ അത് യുറേനിയം, തോറിയമാണ്. കേരളത്തിന്റെ തീരദേശ മണലിൽ കാണപ്പെടുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്ന ധാതുക്കളിൽ നിന്നും എന്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം? കേരളത്തിന്റെ തീരദേശ മണൽ, അതായത് നമ്മുടെ കൊല്ലം, ചവറ ഭാഗത്ത് കാണുന്ന തീരദേശ മണലിൽ നിന്നും മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്ന ധാതുക്കളുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്, അത് തോറിയമാണ്. ആണവ ഇന്ധനമായി ഉപയോഗിക്കുന്ന തോറിയം നമ്മുടെ കേരള തീരത്തെ മണലിൽ ഉണ്ട്, കൊല്ലം തീരത്താണ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ ഊർജ നിലയങ്ങൾ, അത് പ്രധാനപ്പെട്ട ഒന്ന് താരാപൂർ സ്ഥിതി ചെയ്യുന്നു, അത് മഹാരാഷ്ട്ര. അതുപോലെ റാവത്ത് ഭട്ട, കൽപ്പാക്കം, ഇത് രണ്ടും രാജസ്ഥാനിലാണ്. പിന്നെ കൂടംകുളം, നമുക്കറിയാം കൽപ്പാക്കവും കൂടംകുളവുമാണ് തമിഴ്നാട്. റാവൽപട്ട രാജസ്ഥാനാണ്. കൽപ്പാക്കവും കൂടംകുളവും
തമിഴ്നാട് സംസ്ഥാനത്താണ്. ഇനിയുള്ള കൈഗ കർണാടകത്തിലാണ്, കാക്രപ്പാറ ഗുജറാത്തിലാണ്, നറോറ ഉത്തർപ്രദേശ്. നമുക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൂടംകുളമാണ്. കൂടംകുളം കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം ഇടത്തോട്ട് ഒരു 10-15 കിലോമീറ്റർ അടുത്ത് ആണ് കൂടംകുളം ആണവ നിലയം. ഇപ്പൊ 2 തന്നെ അവിടെ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനിയും 6 വരും. മൊത്തം 8 സ്പേസ് അവിടെ കൂടംകുളത്തുണ്ട്. റഷ്യയുടെ സഹായത്തോടുകൂടിയാണ് കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. അതിന് 5 വർഷത്തേക്ക് ആവശ്യമായ അതിന്റെ ഇന്ധനമെല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. ആണവ നിലയത്തിനകത്ത് ഒരു പെൻസിൽ ഷേപ്പിലാണ് ആണവ ഇന്ധനം നിറയ്ക്കുന്നത്, പെൻസിൽ ആകൃതിയിലാണ്. ആ പെൻസിൽ ആകൃതിക്കകത്ത് നമുക്കറിയാം അതിന്റെ ചുറ്റും ഏകദേശം 5 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചുറ്റളവിൽ ചെയ്ത് അതിന് ഇരുമ്പ് ഡോർ തന്നെ 1 മീറ്റർ കനത്തിലുള്ള ഇരുമ്പ് ഡോറാണ് അതിന്റെ അകത്തേക്ക് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഇന്ധനം അവിടെ കോൺക്രീറ്റ് സുരക്ഷിത താവളത്തിനകത്ത് ഇന്ത്യ രാജ്യത്തിന് വേണ്ട 5 വർഷത്തേത് കൊണ്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 2 കിലോമീറ്ററോളം കടലിൽ നിന്ന് വലിയ പൈപ്പുകളിലൂടെ വെള്ളം കയറ്റി റിയാക്ടർ തണുപ്പിച്ച് ഒരു 2 കിലോമീറ്റർ അകലെ കൊണ്ട് റിയാക്ടർ തണുപ്പിച്ച് വെള്ളം പുറത്തേക്ക് വിടുന്ന സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി നേരിട്ട് കാണാവുന്ന ഇതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു മനുഷ്യതാമസത്തിന് അനുയോജ്യമായ ഒരു ഭൂപ്രദേശമായിരുന്നില്ല. ഇന്നൊരു വലിയൊരു ടൗൺ സിറ്റിയായി തന്നെ കൂടംകുളം മാറിയിരിക്കുന്നു. ആയിരക്കണക്കിന് ജീവനക്കാരും മറ്റു ഫെസിലിറ്റീസുമുള്ള ഒരു സംവിധാനമാണ് കൂടംകുളം സ്ഥിതി ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ തന്നെ ഏറ്റവും മോഡേൺ ടെക്നോളജിയാണ് റഷ്യ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 1 മിനിറ്റ് കൊണ്ട് തന്നെ പ്ലാന്റ് ഓഫ് ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിൽ അതിന്റെ റൂഫ് ടോപ്പിൽ തന്നെ വലിയ ലിറ്റർ കണക്കിന് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമാണ് ഈ ആണവ റിയാക്ടറിനകത്ത് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. ഇന്ത്യയിലെ ഊർജത്തിന് ഉറവിടം ഒട്ടനവധിയുണ്ട്. പക്ഷെ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പ്രത്യേകതയാണ്. അത് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം, ജൈവവാതകം. അപ്പൊ സൂര്യപ്രകാശത്തിന് നമ്മളെ ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ രാജ്യം ഇപ്പോഴും സൂര്യപ്രകാശത്തു നിന്നുള്ള ഊർജം പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ അകലെയാണ്. ഏകദേശം ഉത്തരായന രേഖയ്ക്കും ആർട്ടിക് വൃത്തത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കിട്ടുന്ന പരിമിതമായ സൂര്യപ്രകാശത്തിൽ നിന്ന് പോലും കൂടുതൽ ഊർജം സ്വീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോഴും വളരെ പിന്നിലാണ്. സൗരോർജം ഉപയോഗിച്ചുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ രാജ്യം പടിപ്പടിയായിട്ട് കടക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ കാറ്റിൽ നിന്നുള്ള ഊർജം. നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നമ്മൾ നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന വഴിക്കുള്ള തമിഴ്നാടിന്റെ കാറ്റിൽ നിന്നുള്ള ഊർജ പ്ലാന്റുകളാണ്. കിലോമീറ്റർ കണക്കിന്. അതിന് കാരണം പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ വരുന്ന നമ്മുടെ അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിനെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി അവിടുന്ന് പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഏറ്റവും പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തെ പോയിന്റ് തീരുന്നിടത്താണ് ഈ കാറ്റാടികളെല്ലാം തമിഴ്നാട് സ്ഥാപിച്ചിട്ടുള്ളത്. അവർക്ക് തമിഴ്നാട് സംസ്ഥാനത്തിന് ഒത്തിരി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ആ പ്ലാന്റ് കാണുന്നു. കേരളത്തിൽ 2 സ്ഥലത്താണ് കാറ്റാടി ഉള്ളത്. ഒന്ന് ഇടുക്കിയിലെ രാമക്കൽ മേടും, രണ്ടാമത്തത് കാഞ്ചിക്കോട്, പാലക്കാടുള്ള കാഞ്ചിക്കോടാണ് കേരളം സ്ഥാപിച്ച് തുടങ്ങിയത്. പിന്നെ തിരമാലയിൽ നിന്ന് നമുക്ക് ഊർജം വിഴിഞ്ഞത്ത് ഒരു പ്രോജക്റ്റ് വന്നാണ്. ഇപ്പോഴും അത് പൂർണ്ണമായി സക്സസ് ആയിട്ടില്ല. അതിശക്തമായ തിരമാല വിഴിഞ്ഞത്തുള്ളത് കൊണ്ട് അതിനെ കുറച്ചൊക്കെ നശിപ്പിച്ചു പോയി. അതുപോലെ വേലിയിറക്കത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രാൻസിലാണത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടുള്ളത്. വേലിയേറ്റ സമയത്ത് ടർബൈൻ കറങ്ങി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഈ വെള്ളം മുഴുവനും വേലിയേറ്റം തീരുമ്പോൾ തിരികെ ഇറങ്ങുമ്പോൾ അപ്പോഴും റിവൈസ് ടർബൈൻ കറക്കി വ്യാവസായിക അടിസ്ഥാനത്തിൽ വേലിയേറ്റവർക്കുള്ള ഫ്രാൻസിൽ തുടങ്ങിയതാണ്. നമുക്ക് അത് പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. അതുപോലെ തന്നെ ജൈവവാതകം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്.
അടുത്ത സംസ്ഥാന തലസ്ഥാനങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ നിർമ്മാണ ചുമതലയുള്ള റോഡുകളെയാണ് നമ്മൾ ദേശീയപാതകൾ എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന തലസ്ഥാനങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ നിർമ്മാണ ചുമതലയുള്ള റോഡുകളാണ് ദേശീയപാതകൾ. ജില്ലാ ആസ്ഥാനങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മാണ ചുമതലയുള്ള റോഡുകളെ സംസ്ഥാന ഹൈവേ എന്ന് പറയാം. അതുപോലെ ജില്ലാ റോഡുകൾ ജില്ലാ പഞ്ചായത്താണ് കൈകാര്യം ചെയ്യുന്നത്. ഗ്രാമീണ റോഡുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതുപോലെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കും ഗുജറാത്തിൽ നിന്ന് ആസാം വരെയും ഇന്ത്യ രാജ്യത്തുടനീളം കാണുന്ന ഒരു 6 വരി പാതയുടെ പേരാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ, ഗോൾഡൻ ക്വാഡ്രാങ്കിൾ എക്സ്പ്രസ് ഹൈവേ എന്നാണ് അതിനറിയപ്പെടുന്നത്. അതായത് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയും ഗുജറാത്ത് മുതൽ ആസാം വരെ ഇങ്ങനെ ഇന്ത്യയുടെ ഏത് ഭാഗത്തും ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അവിടെ പട്ടാളത്തെയും എയർഫോഴ്സിനെയൊക്കെ ഇറക്കുവാൻ സംവിധാനത്തിലേക്ക് ആശയം ഉൾക്കൊണ്ട് തുടങ്ങിയ പദ്ധതിയാണ് സുവർണ ചതുഷ്കോണ എക്സ്പ്രസ് ഹൈവേ. അത് രാജ്യത്ത് എവിടെയും ഏതൊരു സാഹചര്യത്തിലും അതിവേഗം എത്താൻ സാധിക്കുന്ന തരത്തിലാണ് ആ റോഡ് പണിതിട്ടുള്ളത്. ഈ കേരളത്തിനകത്ത് നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല. എന്നാൽ വല്ലാർപാടം മുതൽ കോയമ്പത്തൂർ സേലം വരെ ഒരു കണക്ഷൻ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിനകത്ത് അതിന്റെ പേരാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ ആണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മുംബൈ മുതൽ താനെ വരെ. നമ്മുടെ റെയിൽവേക്ക് 3 തരം ഇതാണ് ഉള്ളത്. അതിന്റെ റെയിലിന്റെ വീതി അനുസരിച്ചാണ് അതിന്റെ ഗേജ് നിശ്ചയിച്ചത്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ബ്രോഡ് ഗേജ് എന്ന് പറഞ്ഞാൽ 1.676 മീറ്റർ. മീറ്റർ ഗേജ് 1 മീറ്റർ ആണ്. നാരോ ഗേജ് 2 ഉണ്ട്. 0.762 മീറ്ററും 0.610 മീറ്റർ ആണ് നമ്മുടെ നാരോ ഗേജ്. അതായത് ഈ ഊട്ടി ഇടയ്ക്കൽ തുടങ്ങിയ പ്രദേശത്ത് മലകൾ കയറുന്നിടത്തൊക്കെയാണ് നാരോ ഗേജ് ഉപയോഗിക്കുന്നത്. കൂടുതലും ഉള്ളത് മീറ്റർ ഗേജ് ആണ്. ബ്രോഡ് ഗേജ് ആണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതലുള്ളത് ബ്രോഡ് ഗേജ് റെയിൽവേ ആണ്. അടുത്ത്, മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള പശ്ചിമഘട്ടത്തിലൂടെയുള്ള റെയിൽവേയുടെ പേരാണ് കൊങ്കൺ റെയിൽവേ. 146 നദികളും 2000 പാലവും 91 തുരങ്കവും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കൊങ്കൺ റെയിൽവേ. പിന്നെ ഇന്ത്യയിലെ ഉൾനാടൻ ജലഗതാഗത ജലാശയം, ഇതെല്ലാം വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. വ്യവസായം വളരണമെങ്കിൽ ഇങ്ങനെയുള്ള ഗതാഗത സംവിധാനം, ഊർജം, ഇതെല്ലാം ഇതിനകത്ത് വേണം. പ്രധാനമായി ഇന്ത്യയുടെ ഉൾനാടൻ ജലഗതാഗത ജലാശയങ്ങൾ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര നദികൾ, അതിന്റെ പോഷക നദികൾ. ഗംഗ, ബ്രഹ്മപുത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. മഴക്കാലത്തും വേനൽക്കാലത്തും എപ്പോഴും വെള്ളം ഉണ്ടാവും. അതാണ് ഒരു പ്രധാന ഗതാഗത ജലാശയം. രണ്ടാമത് ഗോദാവരി, കൃഷ്ണ, അതിന്റെ പോഷക നദികൾ. 3 ബക്കിംഗ്ഹാം കനാൽ. 4 മണ്ഡോവി, സുവാരി നദികൾ ഗോവയില്. പിന്നെ കേരളത്തിലെ കായലുകൾ. ഇത്രയും മാത്രമാണ് ഇന്ത്യയുടെ ഉൾനാടൻ, അതായത് നമ്മുടെ സമുദ്രവും കടലുമായി ബന്ധപ്പെട്ട് ഉള്ളതല്ല, ഉൾനാടൻ ജലഗതാഗത പാതകളാണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യയിലെ ഉൾനാടൻ ജല അതോറിറ്റി രൂപീകരിച്ച വർഷം 1986. നമ്മുടെ ദേശീയ ജലപാതകൾ നമുക്ക് നോക്കാം. പ്രധാനമായും ദേശീയ ജലപാത 1 ഗംഗാ നദിയിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ദേശീയ ജലപാത 1. അടുത്ത ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3. ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള ഭാഗം. അതുപോലെ ദേശീയ ജലപാത 5 ബ്രഹ്മണി മുതൽ മഹാനദി വരെയുള്ള ഡെൽറ്റ നദീ പ്രദേശങ്ങളാണ് നമ്മുടെ ദേശീയ പാതകൾ, ജലപാതകളായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിമാന സർവീസ്, ഇന്ത്യയിൽ നിന്ന് ലോകത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാന സർവീസിന് നമ്മൾ എയർ ഇന്ത്യ എന്ന് പറയും. എന്നാൽ ഇന്ത്യക്ക് അകത്ത് ആഭ്യന്തര വിമാന സർവീസ് നടത്തുന്നതിനെ ഇന്ത്യൻ എയർലൈൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ 2 തരം വിമാന സർവീസാണ് നമ്മുടെ രാജ്യത്തുള്ളത്, എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും.
ഇന്ത്യ രാജ്യത്ത് നിന്ന് അന്താരാഷ്ട്ര മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത് എയർ ഇന്ത്യ. ഇന്ത്യക്ക് അകത്ത് മാത്രം സർവീസ് നടത്തുന്നത് ഇന്ത്യൻ എയർലൈൻസ് ആണ്. ഇനി വാർത്താവിനിമയ രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ മായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ചെയ്യുന്നതിനെയാണ് നമുക്ക് വിദൂര സംവേദനം എന്ന് പറയുന്നത്. അതായത് സാറ്റലൈറ്റിന്റെ സഹായത്തോടു കൂടി നമ്മുടെ കാഴ്ച കൊണ്ടോ സ്പർശ ഇതുകൊണ്ടോ അല്ലാതെ ടെക്നോളജിയുടെ ഭാഗമായി ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ ചെയ്യുന്നതിനെയാണ് നമ്മൾ വിദൂര സംവേദനം എന്ന് പറയുന്നത്. വസ്തുക്കൾ പ്രതിഫലിക്കുന്ന വൈദ്യുത കാന്തിക വികിരണത്തെയാണ് സംവേദകം എന്ന് പറയാം. സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനത്തെ പ്രത്യക്ഷ വിദൂര സംവേദനമെന്നും കൃത്രിമ പരോക്ഷ വിദൂര സംവേദനമെന്നും, അതായത് സൗരോർജത്തിന്റെ സഹായത്തോടുകൂടി ഉള്ള വിദൂര സംവേദനം നമുക്ക് പരോക്ഷ വിദൂര ഉപഗ്രഹത്തിലുള്ള ഈ സാറ്റലൈറ്റ് കാര്യങ്ങൾക്കുള്ള സോളാർ പാനൽ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ കൃത്രിമ പ്രകാശം സഹായത്തോടെയുള്ള വിദൂര സംവേദനത്തെ പ്രത്യക്ഷ വിദൂര സംവേദനം എന്നും പറയാം. അതുപോലെ പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കി നമുക്ക് ഇതിനെ മൂന്നായി തിരിക്കാം. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. അതുപോലെ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശ ചിത്രങ്ങളെ നമുക്ക് എന്ത് പറയാം? അതിനെ സ്റ്റീരിയോ പെയർ എന്ന് പറയാം. ഓവർലാപ്പോട് കൂടി ഒരു ജോഡി ആകാശ ചിത്രങ്ങളെ സ്റ്റീരിയോ പെയർ എന്നും, ഒരു ജോഡി ആകാശ ചിത്രങ്ങളിൽ നിന്ന് ത്രിമാന ദൃശ്യം ലഭിക്കാൻ സഹായിക്കുന്ന ഉപകരണത്തെ സ്റ്റീരിയോ പെയർ എന്ന് പറയാം. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്നും സൺ സിൻക്രോണസ് സാറ്റലൈറ്റുകളെന്നും നമുക്ക് രണ്ടായി തിരിക്കാം. കൃത്രിമ ഉപഗ്രഹങ്ങളെയാണ് ഭൂസ്ഥിര ഉപഗ്രഹം, സൗരസ്ഥിര ഉപഗ്രഹം. ഇതിൽ ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ. ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ സവിശേഷതകൾ: ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം തന്നെ ഇത് ചുറ്റി സഞ്ചരിക്കുന്നു. പിന്നെ ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്ത് എപ്പോഴും ഇതിന്റെ സന്ദേശങ്ങൾ ഇത് അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഭൂമിയുടെ ഭ്രമണ വേഗത, ഭൂമിക്കറിയാം, നമുക്കറിയാം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമി ഭ്രമണം ചെയ്യുന്നു. ആ ഭ്രമണ വേഗതയ്ക്കൊപ്പം ഈ ഉപഗ്രഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ അത്തരം ഉപഗ്രഹങ്ങളെല്ലാം ഇന്തോനേഷ്യയുടെ മുകളിലായിട്ടാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് ഇതിന്റെ കൺട്രോളിംഗ് യൂണിറ്റ്. അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെല്ലാം 24 മണിക്കൂർ നമ്മുടെ വാർത്താവിനിമയത്തിനെല്ലാം ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ആയി പോകും. നമ്മൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ കട്ടാവാതെ കിട്ടുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി ഇന്ത്യക്ക് ചുറ്റുമുള്ള ചില രാജ്യങ്ങളും കൂടെ ഈ ഉപഗ്രഹ പരിധിക്കകത്ത് ഇന്ത്യ നിർത്തിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 1000 കിലോമീറ്ററിന് താഴെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഭൂസ്ഥിര ഉപഗ്രഹം 36,000, ഇത് 1000 കിലോമീറ്റർ. ഇതിന്റെ പ്രത്യേകത ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, നമ്മുടെ ഭൂമിയുടെ ഗ്ലോബ് മനസ്സിൽ കാണുക. അതിന്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ, ഈ രണ്ട് ഭാഗത്തുകൂടെയാണ് ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രദേശത്തിന്റെയും ഇടവിട്ടുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് അതിന് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരുപാട് സഹായം നമുക്ക് ആ ഉപഗ്രഹത്തിൽ നിന്ന് നമുക്ക് തേടാൻ പറ്റും. അതായത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഇൻസാറ്റ് എന്ന് പറയാം. സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂവിനിയോഗം, ഭൂഗർഭ ജല വിവരശേഖരം, പ്രകൃതി വിഭവം, ഇങ്ങനെയുള്ളതിനെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. IRS ഉപഗ്രഹങ്ങൾ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി ഭൗമ ഉപരിതലത്തിലെ ഓരോ വസ്തുവും വൈദ്യുത കാന്തിക വികിരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവിനെ എന്ത് പറയാം? അതിനെയാണ് നമ്മൾ സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്ന് പറയും. നമുക്കറിയാം, ഓരോ ഭൂമിയുടെ ഉപരിതലത്തിൽ കിടക്കുന്ന വസ്തുക്കൾ ഓരോ വസ്തുവിന്റെയും പ്രതിഫലനത്തിന് വ്യത്യസ്ത അളവുണ്ട്.
പ്രകാശം അതിൽ തട്ടി നല്ല വെളുത്ത പ്രതലമാണെങ്കിൽ നല്ല പ്രകാശം പുറത്തേക്ക് വയ്ക്കും, ഇരുണ്ടതാണെങ്കിൽ അതിന് അനുയോജ്യമായ ഇതെല്ലാം ഉപഗ്രഹങ്ങൾ അല്ലേ. വളരെ ഭൂമിയിലൂടെ ഊർന്നു പോകുന്ന ഒരു എലിയെ പോലും ഉപഗ്രഹങ്ങൾക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതിലുള്ള പ്രകാശത്തിന്റെ പ്രതിഫലനത്തെ അടിസ്ഥാനമാക്കിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഓരോ വസ്തുക്കളും ഓരോ അളവിലാണ് അതിന്റെ ഊർജം പ്രതിഫലിപ്പിക്കുന്നത്. അതിനെ പറയുന്നതാണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിന്റെ വലിപ്പം ആ സെൻസറിന്റെ എന്താണ്? അതിനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയാം. അക്ഷാംശ രേഖാംശ സ്ഥാനം ഉൾപ്പെടുന്ന ഭൂസ്ഥിര വ്യവസ്ഥയ്ക്ക് നമ്മൾ സ്ഥാനീയ വ്യവസ്ഥ എന്ന് പറയാം. അടുത്ത ചോദ്യം, ഭൗമ ഉപരിതലത്തിലെ വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS എന്ന് പറയും. GPS-ന്റെ പ്രത്യേകത എന്താണ്? 20,000 മുതൽ 20,200 കിലോമീറ്റർ വരെയാണ് അതിന്റെ ഉയരം. വസ്തുക്കളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം, ഉയരം തുടങ്ങിയവ മനസ്സിലാക്കുന്നു. സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്ക വിന്യസിച്ചിട്ടുള്ളതാണ് GPS. 1980 മുതലാണ് അത് പൊതുജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇന്ത്യൻ വ്യവസായവും വാർത്താവിനിമയവും ഊർജവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് റെയിൽവേ ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നതും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ശേഖരമുള്ള രാജ്യവും ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഭക്രാനങ്കലാണ്. നമുക്കറിയാം, സിന്ധു നദിയുടെ പോഷക നദിയായ സത്ലജിലാണ് ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ബ്രിട്ടീഷുകാരൻ സ്വാതന്ത്ര്യം തന്നപ്പോൾ നെഹ്റു നമ്മുടെ രാജ്യത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജോ ഒരു എഞ്ചിനീയറോ ഇല്ലാത്ത കാലഘട്ടത്ത് അമേരിക്കയിൽ നിന്നുള്ള ഒരു ഇരുമ്പ് പണി ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ചീഫ് എഞ്ചിനീയർ ആക്കി പണിത ഒരു പദ്ധതിയാണ് ഭക്രാനങ്കൽ. അത് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ഇരുമ്പയിര് നിക്ഷേപമുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇന്ന് ഇന്ത്യക്ക് എത്ര സ്ഥാനം? 15ാം സ്ഥാനമാണുള്ളത്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഖരഗ്പൂർ ആണ്. അത് പശ്ചിമ ബംഗാൾ. നേരത്തെ ഖൊരാഗ്പൂർ ഉത്തർപ്രദേശ് ആയിരുന്നു. ഇപ്പൊ അത് ഖരഗ്പൂർ വെസ്റ്റ് ബംഗാളിലാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നീളം വരുന്ന റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. 40 ബോഗികൾക്ക് വരെ ഒറ്റ ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ളത് ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപം തമിഴ്നാട്. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടപ്പിലാക്കിയ ജലവൈദ്യുത പദ്ധതിയാണ് കോസി. ഇന്ത്യ പാകിസ്ഥാൻ ട്രെയിൻ സർവീസിനെ സംജോത എക്സ്പ്രസ് എന്ന് പറയും. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മേഖല ഡക്കാൻ ട്രംപ് മേഖലയാണ്. ഡക്കാൻ എന്ന് പറഞ്ഞാൽ പീഠഭൂമി ആണ്. അവിടെ കറുത്ത പരുത്തി മണ്ണ് ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഏറ്റവും അനുയോജ്യമാണ് ഡക്കാൻ ട്രംപ് മേഖല. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ കൊൽക്കത്തയിലാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ളത് കുണ്ടറയിലാണ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ്. നമ്മുടെ ഒന്നാമത്തെ ഭൂപ്രകൃതി വിഭാഗമായ ഉത്തരപർവ്വത മേഖലയിൽ തന്നെ ഉള്ള മണ്ണിനമാണ് പർവ്വത മണ്ണ്. അതിന് തേയില കൃഷിക്ക് ഏറ്റവും ഒരു തേയിലച്ചെടി തന്നെ ഒരു 100 വർഷത്തോളം നിൽക്കുന്നതാണ് തേയിലച്ചെടി. അപ്പൊ അതിന് പറ്റിയ മണ്ണ് പർവ്വത മണ്ണാണ്. നമ്മുടെ നെൽകൃഷിക്ക് ഉത്തര മഹാസമുദ്രത്തിലുള്ള മണ്ണിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്കൽ മണ്ണാണ്. ഓരോ പ്രദേശത്ത് ഓരോ മണ്ണിനമുണ്ട്. എന്നാൽ ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള മണ്ണിനം ഏറ്റവും വരുന്നത് കറുത്ത പരുത്തി മണ്ണും ചെമ്മണ്ണും അടങ്ങിയ പ്രദേശമാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ലാറ്ററൈറ്റ് ആണ്. അത് ഓർമ്മ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ 2 ഉപ്പളങ്ങളാണുള്ളത്.
ഒന്ന് ഗുജറാത്തിലെ കച്ചും മറ്റത് തമിഴ്നാട്ടിലെ രാമേശ്വരവും. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്ത് സംസ്ഥാനം. അതുപോലെ ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം നമുക്കറിയാം. ഗംഗാ നദി അവസാനിക്കുന്നതിന് അല്പം മാറി കൊൽക്കത്തയിലുള്ള ഒരു നദിയാണ് ഹൂഗ്ലി നദി. അതിന്റെ തീരം മുഴുവനും ചണം കൃഷിയാണുള്ളത്. കേരളത്തിൽ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഉള്ള ജില്ല കൊല്ലമാണ്, കല്ലട പ്രോജക്ട്. കേരളത്തിന്റെ നെല്ലറ കുട്ടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ പാത മുംബൈ പൂനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ ആണ്. ഇന്ത്യൻ ഇതോടുകൂടി ഇന്ത്യയുടെ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ ഊർജം വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് ഇവിടെ കൂടുതലായി പ്രതിപാദിച്ചിട്ടുള്ളത്. മോഡേൺ വ്യവസായങ്ങളും ഇനി രാജ്യത്ത് വരാൻ പോകുന്ന മറ്റു വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.